തൃശ്ശൂർ ഈ കലാകലാട്ട പൊള്ളിച്ച് തിമിർത്തിത കലോത്സവം നാളെയോടെ സമാപിക്കുന്ന ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു പറ്റം പൂക്കികളെയാണ് പരിചയപ്പെടുന്നത് അല്ലേ. ഇവരാണ് ആ പൂക്കികൾ. അപ്പോ ഇവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. ഈ തേക്കിൻകാട് മൈതാനി ഇത്ര ക്ലീൻ ആയിട്ട് നിൽക്കുന്നുണ്ട്, അതിന് കാരണം ആരാ? അതെ, ഇവര് ചില്ലറക്കാരല്ല കേട്ടോ, ഇവർക്ക് പാട്ടറിയാം. ഇൻസ്റ്റാഗ്രാം ഉള്ള ആളുണ്ടല്ലോ, ആലീസ് ചേച്ചിക്കാണ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. എല്ലാവരും ഫോളോ ചെയ്യണല്ലേ? അതെ അതെ, ആലീസ് ചേച്ചിനെ ഫോളോ ചെയ്യണം. കൂടാതെ നമ്മുടെ പാട്ടുകാരി എവിടെ? രമണി ഗോപി നമ്മുടെ പാട്ടുകാരി. എന്നാ നമുക്കൊരു പാട്ടായല്ലോ ആദ്യം തന്നെ. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമായ മുനയിൽ താമരവള്ളം തുഴയാ. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമായ മുനയിൽ താമരവള്ളം തുഴയാ. കരളിലുറങ്ങും കതിർ കാണാ കിളി കാത്തിരിപ്പൂ നിന്നെ, കാത്തിരിപ്പൂ നിന്നെ. ചക്കര പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാരാ. നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കര പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാരാ. ഓ സൂപ്പർ, ഒരു രക്ഷയില്ല. അപ്പൊ നമുക്ക് അതെ അതെ, നമുക്ക് പെട്ടെന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം അല്ലേ? പേരെന്താ? ഗിരിജ. ഗിരിജ ചേച്ചി പറഞ്ഞാണല്ലോ. ആ ഇന്ദിര. ഇന്ദിര. ആ രമണി ചേച്ചി. ആ ആനി. ആനി. റൂബി. ആ ശ്രീജ. സുജ. സാവിത്രി. വാഹിദ. ചന്ദ്രയോച്ചനി. അനിത. അനിത. അങ്ങനെ ഇവരാണ് കേരളത്തിന്റെ മറ്റേ നിങ്ങൾ എന്താ വിശേഷിപ്പിക്കേണ്ടത്? അതെ, കേരളത്തിലെ സേവനശ്രീയാണ് ഇവിടെ. സേവനശ്രീ. അതെ അതെ അതെ. ഈ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ കലോത്സവത്തിനെ പറ്റി? കലോത്സവം 64ാമത് അടിപൊളിയാണ്. തൃശ്ശൂരിന് തന്നെ കപ്പ് കപ്പ് ഇവിടെ ബുക്ക് ചെയ്തു അല്ലേ? അല്ല, ലാലേട്ടൻ വരുമല്ലോ നാളെ. ലാലേട്ടനെ ഞങ്ങൾക്കൊന്ന് കാണണം. ആണോ? അപ്പൊ ലാലേട്ടനെ കാണണം, കപ്പ് തൃശ്ശൂരിന് തന്നെ വേണമെന്നാണ് നമ്മുടെ പൂക്കികൾ പറയുന്നത്. അപ്പൊ നമ്മുടെ സിമ്പലിട്ട് നമുക്കൊന്ന് അവസാനിപ്പിച്ചാലോ? നമ്മുടെ സിമ്പൽ. അങ്ങനെ കലോത്സവം തിമിർക്കുന്നതിനിടയിൽ അതാ ഇവരെ കുറിച്ച് പറയാനൊന്നുമില്ല. ഇവർക്ക് ഒരു ബിഗ് സല്യൂട്ടാണ്. ഇവിടെ അത്രയും ക്ലീൻ ആയിട്ടാണ്, ഹരിതചട്ടം പാലിച്ചാണ് ഇപ്രാവശ്യത്തെ കലോത്സവം. ഇവിടെ എല്ലായിടവും ക്ലീൻ ആണ്. അപ്പൊ ബിഗ് സല്യൂട്ട്. പൂക്കികൾക്കൊപ്പം ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനോടൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1.